ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഞങ്ങൾ സ്ത്രീപക്ഷ പാർട്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കട്ടെ എന്ന നാടകത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ അവതരിപ്പിക്കുന്നു മുത്താണേ മുത്താണേ രാഹുൽ ഞങ്ങൾക്ക് മുത്താണേ. അവർ സഭയിൽ ഇരിക്കുമ്പോൾ ഒരാളിനെ മാത്രം, ഒരു ചെറുപ്പക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ്. അതായത് പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചാറ്റുകളും പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലും, എന്തിനേറെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തില് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ആ ഓഡിയോ ശബ്ദ സന്ദേശം വരെ ഫേക്ക് ആണെന്നാണ് നേതാക്കളുടെ കണ്ടുപിടുത്തം. ദാറ്റ് മീൻസ് തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോണ്ടായ സാധാരണ ഒരു വിവാദം മാത്രമാണെന്നാണ് നേതാക്കൾ പറയുന്നത്. എങ്ങനെയുണ്ട് കണ്ടുപിടുത്തം? അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതാണ്. നിയമസഭ തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താൻ പറ്റില്ല. രാഹുലിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഞങ്ങളുടെ നേതാക്കൾക്ക് നല്ല മനോവേദനയുണ്ട്. സ്വാതന്ത്ര്യ സമരം നയിച്ച് ജയിച്ചു വരുന്ന നേതാവല്ലേ രാഹുൽ മാങ്കൂട്ടത്തില്. രണ്ട് കൈ നീട്ടി സ്വീകരിക്കേണ്ട എങ്ങനെയാ? ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല. എന്താണല്ലേ, കണ്ണു നിറയാണ്ട് നിങ്ങൾക്ക് ഇത് കേട്ടിക്കാൻ പറ്റണില്ല അല്ലേ? അതാണ് കോൺഗ്രസ്സുകാർ തമ്മിലുള്ള ഐക്യം. ആരാടാ കോൺഗ്രസിന്റെ അകത്ത് ഐക്യമില്ല എന്ന് പറഞ്ഞത്? കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേറ്റം വരെ സ്ത്രീകളോട് സ്നേഹം വേണോ സ്നേഹം വേണോ എന്ന് ഓടി നടന്ന് ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കാനുള്ള ആ ഐക്യം ഒന്ന് കണ്ടോക്കണം മക്കളെ. വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ, ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻ കോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ആരും തെറ്റിദ്ധരിക്കല്ലേ, കോൺഗ്രസ് സ്ത്രീപക്ഷ പാർട്ടിയാണേ. രാഹുൽ മുൻ നിഷ്കളങ്കനാണേ. മനുഷ്യൻ കിടക്കണ സമയത്താണ് ഒരുമാതിരി കോണ അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. പെൺകുട്ടികളുടെ തുറന്നു പറച്ചിലും പുറത്തു വന്ന ചാറ്റുകളും പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളും ഒന്നും ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇനി അങ്ങോട്ട് വൈറ്റ് വാഷിന്റെ കാലാണ് മക്കളെ. മനസ്സിലായില്ല? വെള്ളപൂശൽ. നമ്മളെ നാട്ടിൻപുറത്ത് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് ചില ആളുകൾ കറങ്ങിത്തിരിയും. അതുപോലെ മുഖ്യമന്ത്രിയുടെ പോലീസുകാരിറങ്ങുകയാണ്, പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങുകയാണ്. പരാതിക്കാർക്കൊപ്പം നിൽക്കണില്ല, പരാതിക്കാരെ നിരന്തരം അധിക്ഷേപിക്കുകയും ചെയ്യും. വളരെ വെള്ളയിട്ട് വെള്ളയിട്ട് ചെയ്യാൻ പറ്റിയ പണിയാണ്. ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതും നിങ്ങൾ പറയണതും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം? ആര് തന്നെയാണെങ്കിലും തെറ്റ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കണം. എന്ത്? ഈ പാർട്ടിക്കകത്തൊരു സ്ത്രീ ശബ്ദം ഉയരുന്നു, അതും സ്ത്രീകളെ ഉപദ്രവിച്ച ഒരു പുരുഷനെതിരെ. അസംഭവ്യം, സമ്മതിക്കില്ല. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും രാജിവെക്കണം. ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്തത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ. പാർട്ടിയിലെ സ്ത്രീകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവാ? കുഴപ്പമില്ല. രാഹുലേട്ടായുടെ മേത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എത്ര കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കണത്. പിന്നെ എന്തിനാ മുതൽ പേടിക്കണത്? രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ആ കാളയോട് പ്രകടനം നടത്തേണ്ടി വരുമെന്ന് അപ്പൊ ആ സാഹചര്യം ഉണ്ടായല്ലോ. ഒന്ന് പിന്നെ CPM ശേഷിച്ചോ എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറയില്ല, ഞാനൊരു സമയം പറയില്ല, ഒന്നും പറയില്ല. വരുമ്പോ കാണാം. ഇതെന്തൊരു പാടിത്? നിങ്ങളുടെ ഞെട്ടലും ഞെട്ടിക്കലൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? എത്ര ദിവസമായി കേരളം ഞെട്ടാൻ പോണ ഒരു സാധനം എന്റെ കയ്യിലുണ്ട്. ഞെട്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കണു. ഞെട്ടിക്കുന്നേ. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഞങ്ങൾ സ്ത്രീപക്ഷ പാർട്ടിയാണെന്ന് പറഞ്ഞു നടന്നവര് ഇപ്പൊ ചെറുതായിട്ട് ആ പ്ലേറ്റ് മാറ്റേണ്ടിട്ടാ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്കളങ്കനാണ് മക്കളെ, നിഷ്കളങ്കനാണ് അവരുടെ വാദം. കേരളം ഞെട്ടാൻ പോകുന്ന ഒരു ബോംബ് ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നിഷ്കുനെ എത്ര കാലം ഇവര് കാത്തു രക്ഷിക്കോ എന്തോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.